അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ആൾക്കാർ കമന്റ് ബോക്സിൽ നിന്ന് താങ്കൾ വെടി കാരണം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എന്ത് ഇത്ര ധൈര്യം എന്ന് അറിയുമോ? കാരണം ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് നല്ല ബോധമുള്ളതുകൊണ്ട് തന്നെയാണ്. തന്നെ ഒരു കാര്യം പറയാറുണ്ട്, ഈ വീഡിയോ ദയവ് ചെയ്ത് കുട്ടികളൊന്നും കാണരുത്. ഏകദേശം ഒരു 18 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർ മാത്രം കാണുക. കാരണം അമാതിരി അപരാധങ്ങളാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ അവരോട് ചോദിക്കുന്നതും അവർ പറയുന്നതും. നാണം ഉണ്ടോ ചാനലുകാരെ ഇതുപോലത്തെ ഐറ്റത്തിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അങ്ങ് നാണം കെട്ട കഥ അങ്ങിരുന്ന് വിവരിക്കുകയാണ്. എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ മനസ്സിലാവുന്നില്ല. ഇതുപോലെയുള്ള സ്ത്രീകളെയൊക്കെ വിളിച്ചു വരുത്തി അവർ ചെയ്ത പ്രവർത്തികൾ ഇൻ്റർവ്യൂവിലൂടെ ജനങ്ങളെ അറിയിക്കുക, എന്നിട്ട് ജനങ്ങൾ അഭിപ്രായം പറയാം. ഇതിനൊക്കെ അഭിപ്രായം ഉണ്ടോ? നല്ല പച്ചത്തെറിയ പറയേണ്ടത്. അവരെന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ച് അവർ ജീവിക്കട്ടെ. അവർ പറയുന്നുണ്ട് അവരുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇമാതിരി അപരാധമൊക്കെ കാണിക്കുന്നത്, ദുബായിലാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ചെയ്യട്ടെ, പക്ഷെ എന്തിന് ഇത് പബ്ലിക്കിൽ അവരെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് എന്തിന് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുബായിൽ മസാജ് സെൻ്റർ ആണെന്നാണ് പറയുന്നത്. ഇവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇടയ്ക്കൊക്കെ ഇവരുടെ ചില റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ പല ചാനലുകളിലും കണ്ടിട്ടുണ്ട്. ഇവരെക്കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പോട്ടേന്ന് വെക്കാം. ഇപ്പം അതേ ഒരു ചാനലിൽ വന്നിരുന്ന് ഇൻ്റർവ്യൂവിൽ അങ്ങ് ചരിത്രം മൊത്തം അങ്ങ് പറയുക. എന്നിട്ട് പറയുന്ന ന്യായീകരണം, മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ പോയി ചെയ്യുന്ന പരിപാടിയാണ്. അവർ മസാജ് സെൻ്ററാണ്. ഇവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ദുബായിലുള്ളവർക്കേ ഉള്ളൂ കേട്ടോ. ദുബായിലുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യും. എന്നിട്ട് 1 മണിക്കൂറത്തേക്കോ 2 മണിക്കൂറത്തേക്കോ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കും. എവിടെയാണ് മസാജ് ചെയ്യുന്നതെന്നുകൊണ്ട് ഞാനിനി വ്യക്തമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഇൻ്റർവ്യൂവിൽ തന്നെ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവരെ നല്ല രീതിയിൽ മദ്യപിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇവർ ഇടാറുണ്ട്. അതുപോലെ ഇവർ ടിക്ടോക്കിലൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചതാണല്ലോ. പക്ഷേ ദുബായിലൊക്കെ ഈ ടിക്ടോക്ക് വഴിയൊക്കെ ഒരുമാതിരി വൃത്തികേടുകളെല്ലാം കാണിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതുപോലുള്ള സ്ത്രീകളെയൊക്കെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് അപരാധങ്ങൾ അങ്ങ് വിളമ്പുകയാണ്. എന്താ ഇതിനൊക്കെ നമ്മൾ മറുപടി പറയണ്ടേ? ഹലോ, ഞാൻ ബിജി. എനിക്ക് ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല കിടന്നിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ എല്ലാ അഭിപ്രായം കമന്റിലിടുക. നിങ്ങൾക്ക് എല്ലാവർക്കും, സോഷ്യൽ മീഡിയയിലെ എല്ലാവർക്കും ഈ ബിജിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എന്നും തുറന്നു പറയാം. ഞാൻ പൊട്ടയാണെങ്കിൽ പൊട്ടാന്ന് പറയാം, ഞാൻ ജെനുവിനാണെങ്കിൽ ജെനുവെന്ന് പറയാം. എനിക്കറിയാലോ എന്നെ ഈ ലോകത്ത് എത്ര ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എന്തും പറയാം, തെറിയോ ചീത്തയോ എന്നെന്തും വിളിക്കാം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ഇടുമോ? എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് വേണമെങ്കിലും ഞാൻ സ്വീകരിക്കും. എനിക്കൊരു സങ്കടം ഇല്ല. എല്ലാവരും പറയണം ഈ ബിജി ചേച്ചിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. എല്ലാവർക്കും പറയാം കമൻറ്റ് ബോക്സിൽ എന്താണ് എന്നെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം. പ്ലീസ് കമൻറ്റ്, അറിയാൻ വേണ്ടിയിട്ടാ. പൊന്നു ചേച്ചി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അഭിപ്രായം പറയാതെ വേറെ വഴിയില്ല. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം അഭിപ്രായമാണ് നിങ്ങളെ കുറിച്ചിട്ട്. കാരണം നിങ്ങൾ തന്നെ വന്നിട്ട് പറയുന്നു നിങ്ങൾ ദുബായിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നു. അതിനൊക്കെ നിങ്ങൾ പറയുന്ന ന്യായീകരണം നാട്ടിൽ 3 കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ട്, ആ കുഞ്ഞുങ്ങളെ നോക്കാനും വളർത്താനും വേണ്ടിയിട്ടാണെന്നൊക്കെ നിങ്ങൾ പറയുന്നു. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. പക്ഷെ അതൊക്കെ എന്തിനു നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നു? നിങ്ങളിപ്പോൾ ഈ ഇടയ്ക്കാൻ പറ്റും ഇവർ നാട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു ഇൻ്റർവ്യൂ അവർ കൊടുത്തത്. സത്യം പറഞ്ഞാൽ എന്ത് മെസ്സേജാണ് നിങ്ങൾ പബ്ലിക്കിന് കൊടുക്കുന്നത്? എന്താ നിങ്ങളോ നശിച്ചു, മറ്റുള്ളവരെയും കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തായാലും ഇവർ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം പറയണ്ടേ? ഇത് കാണുന്ന നിങ്ങളും ഈ സ്ത്രീയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയണം. നമുക്ക് ആർക്കും ഇവരോട് വ്യക്തിവൈരാഗ്യം ഉണ്ടോ? ഇല്ല. നമ്മളൊന്നും ഇവരെ നേരിട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ പച്ച മലയാളത്തിൽ ഒരു നാണോ മാനോ ഇല്ലാതെ പറയുകയാണ്. ഇവർക്ക് മക്കളുണ്ട്, ആ മക്കൾ പഠിക്കുന്ന മക്കളാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. ആരെങ്കിലൊക്കെ ഇവരുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ആ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തുകൊണ്ട് ഇവർ അതൊന്നും ചിന്തിക്കുന്നില്ല? എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവരൊരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കാണാം. ഹലോ, നമസ്കാരം. ഞാൻ ബിജി. ഞാൻ ഈ വോയിസ് ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ആരും ഈ വോയിസ് കാണാതെ പോകരുതും. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂവിനെതിരെ ഒരുപാട് പേര് കുറേ ട്രോൾ ഇറക്കി. പക്ഷെ ട്രോളൊക്കെ എനിക്ക് വലിയ നെവർ മൈൻഡ്. ഓക്കെ, എനിക്ക് പറയേണ്ട കാര്യം ഞാൻ ആരുടെ മൊത്തത്തിൽ ഞാൻ പറയും. ഞാൻ ഇവിടെ ഒരു സ്ത്രീകളുടെയും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ദുബായിൽ വന്നിട്ട് ഏകദേശം ഒരു 6-7 വർഷമായി. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് ലേഡീസിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ലേഡീസിനെ അറിയുകയും ചെയ്യാം. ഞാൻ മൊത്തത്തിൽ ഒരു ലേഡീസ് അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടതും ഞാൻ കാണുന്നതും
ഇവിടെ എന്താ നടക്കുന്നതെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാം. ഓക്കെ, അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 100-ൽ ഒരു 80% പെണ്ണുങ്ങളും ഈ GCCയിൽ വന്നിട്ട് ആണുങ്ങളെ ബോയ് ഫ്രണ്ട് ആക്കി അവരെ പൈസ മുജിച്ചും മറ്റുള്ള പണിക്കൊക്കെ പോയിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നതും. ഓക്കെ, നാട്ടിൽ സ്വന്തം ഭർത്താവിനെയും സ്വന്തം മക്കളേനെയും അമ്മായിമ്മമാർക്കും അമ്മയ്ക്കും കെട്ടിയമാർക്കും ഇട്ട് കൊടുത്തിട്ട് ഇവിടെ GCCയിൽ വന്നിട്ട് ഒരുപാട് പെണ്ണുങ്ങളുണ്ട് പല പണിക്കും പോയിട്ട് ജീവിക്കുന്നത്. ഇതൊന്നും ആരും, ഒരു കുഞ്ഞു നാട്ടിൽ ആരും ഒന്നും അറിയണില്ല. ഓക്കെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അറിയുന്നു. എത്രയോ പെണ്ണുങ്ങൾ ഇതേപോലെ മറച്ചു വയ്ക്കുന്നു. പിന്നെ എന്നെ കുറ്റം പറയാൻ ഇവിടെ ഒരാൾക്കും ഒരു വോയിസ് ഇല്ല. ഞാൻ ഒരു പെണ്ണുങ്ങളുടെ പേരും എടുത്തു പറഞ്ഞിട്ടില്ല. നല്ല ലേഡീസും ഉണ്ട്, നല്ല മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, അത് വളരെ കുറച്ച്. ഓക്കെ, ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ടും ഞാൻ ഒരുപാട് ലേഡീസിനെ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടുമുട്ടുന്നതാണ്. എൻ്റെ ഷോപ്പിൽ തന്നെ ഉണ്ട് കുറെ മലയാളീസ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അവർ ചെയ്യുന്ന തെറ്റിന്റെ പകുതിയൊന്നും ഞാൻ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഒരുത്തിനെയും ഒരാളിനെയും മോചിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇതാക്കിയിട്ടൊന്നും ഞാൻ ഒരുത്തിൻ്റെ പൈസ ഞാൻ അടിച്ചു മാറ്റിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബം തകർക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, എനിക്ക് എൻ്റെതായ ഇതെടുത്തിട്ട് ഞാൻ അതിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. അല്ലാതെ ഞാൻ ഒരു പെണ്ണുങ്ങളെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഓരോ പെണ്ണുങ്ങളുടെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്കാണല്ലോ കുറ്റം. ആദ്യം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നേ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ അന്വേഷണം എടുക്കുക. ഓക്കെ, ആദ്യം സ്വന്തം വീട്ടിലെ കാര്യം, അവനവൻ്റെ മക്കൾ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ജോലിക്ക് പോയോ, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ തിരക്ക്. മറ്റുള്ളവരെ ഈ മറ്റെന്താ പറയാ, ഒരുപാട് ഫേമസ് ആയ ഒരുപാട് നല്ല വലിയ വലിയ സെലിബ്രിറ്റികളുടെ ഓൺ വോയിസ് കിട്ടും, അവരുടെ റീൽസ് കൊടുത്തിട്ടല്ല നമ്മൾ റീച്ച് കൂട്ടേണ്ടത്. സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ടൊരു ഓൺ വോയിസ് ഇട്ട് സ്വന്തമായിട്ട് റീച്ച് മേടിക്കുക. ഓക്കെ, പിന്നെ ആ ഇന്റർവ്യൂ ചെയ്ത പയ്യൻ എന്നൊക്കെ നല്ല റെസ്പെക്റ്റോടെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സ് തുറന്നു. മറ്റുള്ള പെണ്ണുങ്ങൾ എന്താ കാണിക്കുന്നേ? എനിക്ക് തരണ്ടോടുത്ത് നല്ല റെസ്പെക്റ്റോടെ തന്നെയാണ് ആ ചെക്കനോട് സംസാരിച്ചത്. അത് അവരുടെ ജോലിയാണ്. അവരൊരു മീഡിയയിൽ ജോലി ചെയ്യുന്നവരാണ്. ആ മീഡിയക്കാര് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ ഇന്റർവ്യൂ ചെയ്യും, സ്വാഭാവികം, അതവരുടെ ജോലി. ആ പയ്യനെ കുറ്റം പറയാൻ ഒരിക്കലും ഒരാൾക്കും അർഹതയില്ല, കാരണം അത് അവരുടെ ജോലിയാണ്. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ? പകൽ മാന്യന്മാരും പകൽ മാനിത്യകളോ? ഏതെങ്കിലും പെണ്ണുങ്ങളെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വെടിവെക്കാൻ പോകുന്നമാര് തന്നെയാ. കിട്ടിയ അവസരം നിങ്ങൾ എല്ലാവരും മുതലെടുക്കും. എന്നിട്ട് പകൽ മാന്യന്മാരും പകൽ മാനിത്യകളും ഒരുപാട് ലേഡീസും ഉണ്ട്. നിങ്ങൾ സ്വന്തം നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഏത് പൈസ മേടിച്ചിട്ട് നിങ്ങൾ കുടുംബം നോക്കുന്നവരാ? ഉണ്ട് കേട്ടോ, നല്ലവരുണ്ടേ, എല്ലാവരും ഞാൻ പറയില്ല. ഇതൊക്കെ ഞാൻ കണ്ടത് തന്നെയാ. ഞാൻ ഒരുപാട് കണ്ടിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കണതും. എനിക്കറിയാം ഒരുപാട് പേരെ. ബിജിനെ കുറ്റം പറയാൻ ഒരു വോയിസ് ഇവിടെ ഒരാൾക്കും ഇല്ല. എത്ര ആൾക്കാരുണ്ടോ, എത്ര ലേഡീസ് ഉണ്ട് സുഖത്തിന് വേണ്ടി മാത്രം ഈ GCCയിൽ വരുന്നേ. സ്വന്തം മക്കളേനെയും പ്രസവിച്ച സമയം നോക്കി അമ്മായിമ്മയ്ക്കും കെട്ടിയോമാർക്ക് ഇട്ടുകൊടുത്ത് നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഇവിടെ സുഖസുന്ദരമായിട്ട് എത്ര കാമുകന്മാരെ വെച്ച് ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലെ അമ്മായിമ്മമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കെട്ടിയോമാരറിയുന്നോ? രാത്രി ആകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു റൂമിന്റെ മൂലൊക്കെ പോയിട്ട് വിളിക്കും, ജോലിയിലായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നും പറഞ്ഞു. ഭർത്താക്കന്മാരായിരുന്നു നിങ്ങളുടെ റൂം എവിടെയാണെന്നും നിങ്ങളുടെ റൂം ഫുള്ളും കാണുന്ന. എന്നെ ഭരിക്കാൻ ആരും നിൽക്കൊന്നും വേണ്ട. ഉള്ളതുപോലെ ഞാൻ പറയും. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഇതേപോലെ ഒന്നുമല്ല. ഞാൻ ഒരുത്തിനും മൂച്ചിട്ടോ അല്ലെങ്കിൽ ഒരുത്തിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ വരെ എത്തിയത്. ഓക്കെ, ഇത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ പറയനി, എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റാ? ഞാൻ ഒരിക്കലും ഒരു പെണ്ണുങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ പെണ്ണുങ്ങളെ മൊത്തത്തിൽ ഞാൻ പറയണില്ല. ഉണ്ട്, 100-ൽ 80% പെണ്ണുങ്ങളും മറ്റുള്ള ആളുകളെ പിഴുതെടുത്ത് 2, 3, 4 കാമുകന്മാരെ വെച്ച് അവരെ പറ്റിച്ചും മൂഞ്ചിത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാണ്. ആണുങ്ങളും ഉണ്ട് കേട്ടാ. പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റിച്ചും പറഞ്ഞും മെറ്റിച്ചും അവരെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പേര് പൈസ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്നെ കുറ്റം പറയാൻ ഇവിടെ ഒരാൾക്കൊരു അധികാരമില്ല. ഓക്കെ, ബൈ. കണ്ടല്ലോ, വീണ്ടും അതിൽ നിന്ന് അങ്ങനെ ന്യായീകരിക്കുകയാണ്. അവർ ചെയ്യുന്നത് വലിയ തെറ്റൊന്നുമല്ല,
പകരം ദുബായിലേക്ക് വരുന്ന സ്ത്രീകളെല്ലാം നാട്ടിൽ ഭർത്താവും മക്കളും ഒക്കെ ഉള്ള അവളുമാർ ദുബായിലൊക്കെ ചെന്നിട്ട് വൃത്തികേടുകളാണ് കാണിക്കുന്നത്, അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത്. നമുക്കറിയില്ല ഈ ദുബായിലേക്ക് പോകുന്നവരൊക്കെ എല്ലാവരും നല്ലതാണോ അല്ലെങ്കിൽ എല്ലാവരും ചീത്ത ഒന്നും അറിയില്ല. പക്ഷെ അവിടെ ഉള്ളതാണ്, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അതെന്താണെന്നുള്ളത് അവർ തന്നെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് എല്ലാ സ്ത്രീകളും നല്ലതല്ല, അവരെ കുറ്റം പറയാൻ ആർക്കാണ് യോഗ്യത, മറ്റതാണോ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിരുന്ന് വന്ന് ന്യായീകരിക്കുകയാണ്. ഇതൊക്കെ ആ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ഇവരുടെ ജോലി എന്താണോ അത് ചെയ്ത് നാർത്തരം ചെയ്തവർ ജീവിക്കട്ടെ. പക്ഷെ എന്തിനാ അത് പബ്ലിക്കിലേക്ക് വന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വന്നിരുന്ന എന്തിനാ ഇങ്ങനെ സ്വയമേ നാണം കെടാനായിട്ട് പറഞ്ഞു? അപ്പോൾ പിന്നെ ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കും, കമൻ്റ് ഇടും, പ്രതികരിക്കും, എല്ലാം ചെയ്യും.